നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നഴ്സിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ മികച്ച കോളേജിനും നിലവാരമുള്ള വിദ്യാഭ്യാസത്തിനും ഏറെ പ്രാധാന്യം നൽകണം. അത് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആവെ മരിയ അസോസിയേറ്റ്സ് അണ്ടർ ദി മാനേജ്മെന്റ് ഓഫ് ആവെ മരിയ മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ സർവീസ് സൊസൈറ്റി, പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം, കട്ടപ്പന. ഹെഡ് ഓഫീസ് എറണാകുളം. എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. അരിക്കൊമ്പൻ വീണ്ടും തമിഴ്നാട് വനമേഖലയിലേക്ക് മടങ്ങി. ആന ഇപ്പോഴുള്ളത് ലോവർ ക്യാമ്പ് പവർ ഹൌസിന് സമീപത്തെ വനത്തിൽ. കഴിഞ്ഞ രാത്രി കുമളിയിലെ ജനവാസ മേഖലയിലെത്തിയ അരിക്കൊമ്പനെ വനപാലകർ തുരത്തിയത് ആകാശത്തേക്ക് വെടിവെച്ച്. ഇടമലക്കുടി കുടുംബാരോഗ്യ കേന്ദ്രം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു. എല്ലാവർക്കും ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്നതാണ് സർക്കാർ നയമെന്ന് മന്ത്രി. മികച്ച ചികിത്സയും ആരോഗ്യ സേവനവും ജനങ്ങളുടെ അവകാശമാണെന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് ഇടമലക്കുടിയിൽ കുടുംബാരോഗ്യ കേന്ദ്രം സ്ഥാപിച്ചതെന്നും വീണ ജോർജ്. കട്ടപ്പന നഗരസഭയ്ക്ക് മുമ്പിൽ പ്രതീകാത്മക ശവസംസ്കാരം നടത്തി BJP പ്രവർത്തകർ. സമരം സംഘടിപ്പിച്ചത് 20 ഏക്കർ പൊതുശ്മശാനത്തിൽ തുറസായ സ്ഥലത്ത് മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ടി വന്നതിൽ പ്രതിഷേധിച്ച്. കട്ടപ്പന 20 ഏക്കർ പൊതുശ്മശാന വിവാദത്തിൽ മറുപടിയുമായി നഗരസഭാ ഭരണസമിതി. വിഷയം രാഷ്ട്രീയവൽക്കരിക്കാനാണ് ലക്ഷ്യമെന്ന് അധ്യക്ഷ ഷൈനി സണ്ണി. മനുഷ്യത്വപരമായി ചിന്തിച്ചതുകൊണ്ടാണ് ക്രിമിറ്റോറിയം പ്രവർത്തനരഹിതമായിട്ടും മൃതദേഹങ്ങൾ സംസ്കരിക്കുവാൻ അനുമതി നൽകിയതെന്നും നഗരസഭാ ചെയർപേഴ്സൺ. വിശദമായ വാർത്തകൾ. അരിക്കൊമ്പൻ വീണ്ടും തമിഴ്നാട് വനമേഖലയിലേക്ക് മടങ്ങി. ലോവർ ക്യാമ്പ് പവർ ഹൌസിന് സമീപത്തെ വനത്തിലാണ് ഇപ്പോഴുള്ളത്. കൊട്ടാരക്കര ഡിണ്ടുക്കൽ ദേശീയപാത മുറിച്ചു കടന്നാണ് അരിക്കൊമ്പൻ തമിഴ്നാട് വനമേഖലയിൽ പ്രവേശിച്ചത്. കഴിഞ്ഞ രാത്രി അരിക്കൊമ്പൻ കുമളി റോസാപ്പൂക്കണ്ടത്ത് ജനവാസ മേഖലയ്ക്ക് സമീപം എത്തിയിരുന്നു. ഇതിനുശേഷമാണ് കൊട്ടാരക്കര ദിണ്ടുകൽ ദേശീയപാത മുറിച്ചു കടന്ന് തമിഴ്നാട് വനമേഖലയിൽ പ്രവേശിച്ചത്. കുമളിയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ഒറ്റയാനുള്ളത്. ഇവിടെ നിന്ന് ആന ചിന്നക്കനാൽ ഭാഗത്തേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ലോവർ ക്യാമ്പിൽ നിന്ന് കമ്പംമെട്ട് ബോഡിമെട്ട് വഴി മതികെട്ടാൻ ചോരിയിലേക്ക് എത്താൻ കഴിയും. ഇതിന് സമീപമാണ് ചിന്നക്കനാൽ. അരിക്കൊമ്പനെ നിരീക്ഷിക്കാൻ തമിഴ്നാട് വനംവകുപ്പിനോടും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി കുമളിക്കടുത്തുള്ള ഗാന്ധിനഗർ, റോസാപ്പൂക്കണ്ടം എന്നീ ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപമാണ് അരിക്കൊമ്പൻ എത്തിയത്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി ആകാശത്തേക്ക് വെടിവെച്ച് അരിക്കൊമ്പനെ കാടിനുള്ളിലേക്ക് തുരത്തുകയായിരുന്നു. തേക്കടിയിലേക്ക് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നടന്നുപോകുന്നതും വിറകു ശേഖരിക്കാൻ വനത്തിൽ കയറുന്നതും വനംവകുപ്പ് താൽക്കാലികമായി വിലക്കി. പ്രദേശത്ത് വനംവകുപ്പ് നിരീക്ഷണം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. കാടിനുള്ളിൽ അരിക്കൊമ്പനെ നിരീക്ഷിക്കാനായി പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു. അരിക്കൊമ്പൻ കുമളിക്കടുത്തുള്ള ജനവാസ മേഖലയിലെത്തി. കുമളി റോസാപ്പൂക്കണ്ടം ഭാഗത്തിന് 100 മീറ്റർ അടുത്താണ് അരിക്കൊമ്പൻ വ്യാഴാഴ്ച രാത്രി എത്തിയത്. വനപാലകർ 43 തവണ ആകാശത്തേക്ക് വെടിയുതിർത്താണ് കാട്ടിനുള്ളിലേക്ക് ആനയെ തുരത്തിയത്. ചിന്നക്കനാലിൽ നിന്നും പെരിയാർ കടുവാ സങ്കേതത്തിൽ തുറന്നുവിട്ട അരിക്കൊമ്പൻ കാട്ടാന കുമളി ജനവാസ മേഖലയ്ക്ക് 100 മീറ്റർ അടുത്താണ് എത്തിയത്. വ്യാഴാഴ്ച രാത്രി 11 മണിയോടുകൂടിയാണ് കുമളിക്കടുത്ത് റോസാപ്പൂക്കുണ്ടം ഭാഗത്ത് ആന എത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി ആനയെ കാട്ടിലേക്ക് തുരത്തി. 43 റൗണ്ട് ആകാശത്തേക്ക് വെടിവെച്ചാണ് പുലർച്ചെ 2 മണിയോടെ ഉൾവനത്തിലേക്ക് ആനയെ തുരത്തിയത്. റേഡിയോ കോളറിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് ആന എത്തുന്നതായി സിഗ്നൽ ലഭിച്ചതിനെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തിയിരുന്നു. തുടർന്ന് പെരിയാർ കടുവാ സങ്കേതം ഫീൽഡ് ഡയറക്ടർ PP പ്രമോദ്, ഡെപ്യൂട്ടി ഡയറക്ടർ സുയോഗ് പാട്ടീൽ എന്നിവർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് കാട്ടിലേക്ക് ആനയെ തുരത്തിയത്. വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കാട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. പോയി നോക്കാം. 1 മാസം മുമ്പ് അരിക്കൊമ്പനെ പിടികൂടി പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ എത്തിച്ച് കൊണ്ടുപോയ ഗേറ്റിന് സമീപമാണ് ആദ്യം കൊമ്പനെത്തിയത്. ഇവിടെ വച്ചായിരുന്നു പൂജകൾ നടത്തി അരിക്കൊമ്പനെ വനത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചത്. മണം പിടിച്ചെത്തിയ കൊമ്പൻ തിരികെയുള്ള സഞ്ചാരപഥത്തിലാണോ എന്നും സംശയമുണ്ട്. വീടുകൾക്ക് സമീപമെത്തിയ അരിക്കൊമ്പനെ കണ്ട നാട്ടുകാർ ബഹളം വെച്ച് തുരത്തുകയായിരുന്നു. വീടുകൾക്ക് സമീപമെത്തിയ കൊമ്പനെ പ്രദേശവാസികൾ നേരിട്ട് കണ്ടു. 11:30 ആയപ്പോൾ ഞാൻ ഈ ബീച്ചിലെയും പുറയിൽ ആനയെ കണ്ടത്. അതിന് മുമ്പേ ഫോറസ്റ്റുകാർ വന്നപ്പോൾ അങ്ങനെ ആൾക്കാരൊക്കെ പോയി. പിന്നെ ആൾക്കാരെല്ലാവരും കൂടെ കൂടിയത്. ജനവാസ മേഖലയായ റോസാപ്പൂങ്കണ്ടത്ത് അരിക്കൊമ്പൻ ഇനിയും എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ട കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നിരീക്ഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. കൊമ്പൻ റോസാപ്പൂങ്കണ്ടത്ത് എത്തിയതറിഞ്ഞ് നിരവധി നാട്ടുകാരാണ് പ്രദേശത്ത് തടിച്ചുകൂടിയത്.
എല്ലാവർക്കും ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്നതാണ് സർക്കാർ നയമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇടമലക്കുടി കുടുംബാരോഗ്യ കേന്ദ്രം നാടിന് സമർപ്പിച്ചുകൊണ്ട് സൊസൈറ്റി കുടിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മികച്ച ചികിത്സയും ആരോഗ്യ സേവനവും ജനങ്ങളുടെ അവകാശമാണെന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് ഇടമലക്കുടിയിൽ കുടുംബാരോഗ്യ കേന്ദ്രം സ്ഥാപിച്ചതെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ ആശുപത്രികൾ ജനങ്ങളുടെ ആശുപത്രിയാണ്. അവിടെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും സേവനവും ഉറപ്പാക്കൽ ഒരു യജ്ഞം പോലെ നടപ്പാക്കുകയാണ് സർക്കാർ. ഇടമലക്കുടിയിലെ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ എല്ലാവരുടെയും ആരോഗ്യം സർക്കാരിന് സുപ്രധാനമാണ്. അതുകൊണ്ടാണ് സംസ്ഥാനത്ത് തന്നെ ഈ സർക്കാർ ആദ്യമായി 16 സ്ഥിരം തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇടമലക്കുടിയിൽ കുടുംബാരോഗ്യ കേന്ദ്രവും ചട്ടമൂന്നാറിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രവും സ്ഥാപിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. ഇടമലക്കുടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. ഇടമലക്കുടി നിവാസികളുടെ എത്രയോ നാളുകളായിട്ടുള്ള ഒരു ആവശ്യത്തിന്റെ സാക്ഷാത്കാരമാണ്. പ്രത്യേകിച്ച് നമ്മളിവിടെ നേരിട്ട പ്രശ്നം ഇവിടെ സ്ഥിരം തസ്തികകൾ ഇല്ല എന്നുള്ളതായിരുന്നു. അപ്പം ഇവിടെയും ചട്ടമൂന്നാറിലും 16 സ്ഥിരം തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ അടിസ്ഥാന സൗകര്യം ഒരുക്കി. ചട്ടമൂന്നാറിൽ ഇപ്പോൾ അതിന് പണം അനുവദിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ചട്ടമൂന്നാറിലെയും പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇന്ന് ഇടമലക്കുടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രം അതിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കപ്പെടുമ്പോൾ ഒരു നാടൊന്നാകെ സന്തോഷിക്കുന്ന ഒപ്പം ചേരുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള 2ാം 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ചടങ്ങിൽ അഡ്വക്കേറ്റ് എ രാജ MLA അധ്യക്ഷനായിരുന്നു. ഇടമലക്കുടിക്കാർക്ക് ഇത് ചരിത്ര നിമിഷമാണെന്ന് MLA പറഞ്ഞു. 2250 ചതുരശ്രയടി വിസ്തീർണത്തിൽ 1.25 കോടി രൂപ ചിലവഴിച്ച് കെട്ടിടം ഉൾപ്പെടെയുള്ള ആധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് ഇടമലക്കുടി കുടുംബാരോഗ്യ കേന്ദ്രം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. OP വിഭാഗം, മൈനർ ഓപ്പറേഷൻ തിയേറ്റർ, ഫാർമസി, ഡോക്ടേഴ്സ് റൂം, കാത്തിരിപ്പ് കേന്ദ്രം, ഓഫീസ് മുറി, ശുചിമുറി തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രമായി മാറുമ്പോൾ ചികിത്സയോടൊപ്പം ലാബ് പരിശോധനകൾ, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, കുട്ടികളുടെ കുത്തിവയ്പ് എന്നിവ ലഭ്യമാകും. 1 മാസത്തിനുള്ളിൽ അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് മന്ത്രി അറിയിച്ചു. അത്യാവശ്യ ഘട്ടങ്ങളിൽ രോഗികളെ ചികിത്സയ്ക്കായി മൂന്നാറിൽ എത്തിക്കുന്നതിനായി 4-വീൽ ഡ്രൈവുള്ള ജീപ്പും ജീവനക്കാർക്ക് ഇടമലക്കുടിയിൽ താമസിക്കുന്നതിനായി കോട്ടേഴ്സ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹൻദാസ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോജ് L, DPM ഡോക്ടർ K അനൂപ്, ഇടമലക്കുടി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ സഖിൽ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭയ്ക്ക് മുമ്പിൽ പ്രതീകാത്മക ശവസംസ്കാരം നടത്തി BJP പ്രവർത്തകർ. 20 ഏക്കർ പൊതുശ്മശാനത്തിൽ തുറസായ സ്ഥലത്ത് മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ടി വന്നതിൽ പ്രതിഷേധിച്ചാണ് BJP വേറിട്ട സമരം സംഘടിപ്പിച്ചത്. പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ശവമഞ്ചലിൽ പ്രതീകാത്മക മൃതദേഹവുമായി BJP പ്രവർത്തകർ കട്ടപ്പന നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമലിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. നഗരസഭാ കാര്യാലയ വളപ്പിലെത്തിയ പ്രവർത്തകർ തുടർന്ന് പ്രതീകാത്മകമായി ശവദാഹവും നടത്തി. പൊതുശ്മശാനത്തിന്റെ തകരാർ ഇനിയും പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്നും മുനിസിപ്പൽ വളപ്പിൽ മൃതദേഹം സംസ്കരിക്കുമെന്നും BJP ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ പറഞ്ഞു. എന്തായാലും വേണ്ടില്ല, അതിശക്തമായ ഒരു പ്രതീകാത്മകമായിട്ടാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി അവിടെ അടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ മൃതശരീരം ഞങ്ങൾ നേരിട്ട് ഭാരതീയ ജനതാ പാർട്ടിയും കട്ടപ്പനയിലെ പൗരപ്രമുഖന്മാരുടെ നേതൃത്വത്തിൽ മൃതശരീരം ഇവിടെ കൊണ്ടുവന്ന് ഈ കോമ്പൗണ്ടിനകത്ത് അടക്കുന്ന സാഹചര്യം ഉണ്ടാവും. അത് ഉണ്ടാകാതിരിക്കാൻ കഴിയണമെങ്കിൽ മര്യാദയ്ക്ക് പരിഹാരം ഉണ്ടാക്കണം എന്ന് മാത്രമല്ല, തങ്കച്ചോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ പരിപാടിക്ക് വന്നിടയ്ക്ക് തന്നെ പല ആളുകളും എന്നെ മുതിർന്ന പഴയ ആളുകളെല്ലാം വിളിച്ചു. എന്താ പറഞ്ഞത്, ഇതിനു വേണ്ടി ചെലവാക്കിയ പണം എന്തുകൊണ്ട് ഇത് കേടായി, എന്തുകൊണ്ട് പ്രവർത്തനക്ഷമമല്ല, അതിന് എത്ര സ്ഥലം വാങ്ങിയാണ്, എത്ര ഘട്ടത്തിലായിട്ട് എത്ര രൂപ നഗരസഭ മുടക്കിയിട്ടുണ്ട്, മുൻ പഞ്ചായത്ത് മുടക്കിയിട്ടുണ്ട്, അതെല്ലാം സംബന്ധിച്ച് വിവരാവകാശം ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ വൻ അഴിമതിയാണ്. നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് അറ്റകുറ്റപ്പണികൾ നടത്താതെ മനഃപൂർവ്വം അവഗണിക്കുന്നത് ഒരു സമൂഹത്തെ തന്നെയാണെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ PN പ്രസാദ്, KK സന്തോഷ്, ഏരിയ സെക്രട്ടറി സുരേഷ് R, ജില്ലാ ഉപാധ്യക്ഷ രത്നമ്മ ഗോപിനാഥ്, കട്ടപ്പന നഗരസഭാ കൌൺസിലർ തങ്കച്ചൻ പുരിയിടം, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് KN പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു.
കട്ടപ്പന 20 ഏക്കർ പൊതുശ്മശാന വിവാദത്തിൽ മറുപടിയുമായി നഗരസഭാ ഭരണസമിതി. വിഷയം രാഷ്ട്രീയവൽക്കരിക്കാനാണ് ലക്ഷ്യമെന്ന് അധ്യക്ഷ ഷൈനി സണ്ണി പറഞ്ഞു. മനുഷ്യത്വപരമായി ചിന്തിച്ചതുകൊണ്ടാണ് ക്രിമിറ്റോറിയം പ്രവർത്തനരഹിതമായിട്ടും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അനുമതി നൽകിയതെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. വ്യാഴാഴ്ചയാണ് പൊതുശ്മശാനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് തുടക്കമായത്. ദളിത് വിഭാഗത്തിലെ മരിച്ച 2 വ്യക്തികളുടെ മൃതസംസ്കാരം ശ്മശാന വളപ്പിൽ തുറസായ സ്ഥലത്ത് നടത്തിയതാണ് പ്രതിഷേധങ്ങളിലേക്ക് എത്തിച്ചത്. പൊതുപ്രവർത്തകരടക്കം വിഷയത്തിൽ ഇടപെട്ടതോടെ നഗരസഭയും വെട്ടിലായി. എന്നാൽ ഇപ്പോൾ വിഷയത്തിൽ നഗരസഭ ഭരണസമിതി പ്രതികരണവുമായി രംഗത്ത് വന്നു. വിഷയം രാഷ്ട്രീയ പ്രേരിതമാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് അധ്യക്ഷ ഷൈനി സണ്ണി വിമർശിച്ചു. മരിച്ചവരുടെ ബന്ധുക്കളുടെ അഭ്യർത്ഥന മാനിച്ച് മനുഷ്യത്വപരമായി ഇടപെടുക മാത്രമാണ് ചെയ്തതെന്നും അവർ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന പോലെ 6 മാസമായിട്ട് ഇത് പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. മാർച്ച് മാസം വരെ ഇവിടെ നമ്മുടെ ക്രിമിറ്റോറിയത്തിൽ സംസ്കാരം നടന്നതായിട്ട് നമുക്കവിടെ രേഖകളിൽ പോലും കാണാം. ഇവർ പറയുന്നതിൻ്റെ അകത്ത് ഏകദേശം ഒരു രാഷ്ട്രീയം മാത്രം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഇല്ലാത്ത കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പം ഇന്നലെ മരിച്ച SC വിഭാഗത്തിൽപ്പെട്ട നിർധനരായ 2 ആൾക്കാരാണ് മരിച്ചത്. അവർക്ക് നമ്മുടെ ക്രിമിറ്റോറിയത്തിൽ സംസ്കരിക്കാനുള്ള ഒരു സൗകര്യം കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല. കാരണം ക്രിമിറ്റോറിയം അറ്റകുറ്റപ്പണികളായിട്ട് നമ്മൾ അടച്ചിട്ടിരിക്കുകയാണ്. അറ്റകുറ്റപ്പണി തുടങ്ങാനായിട്ടിരിക്കുകയാണ്. അതിന് മുൻകൂർ അനുമതി കൊടുത്തിട്ടുണ്ട്, തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. അന്നേരം അവർക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മളൊരു മാനുഷിക പരിഗണന വെച്ച് ഒരാളുടെ നമ്മുടെ ഒരു ബോഡി വെച്ച് നമ്മൾ വിലപേശാൻ പറ്റത്തില്ലാത്തത് കൊണ്ടും അവർക്കൊരു വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇത് സംസ്കരിക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് നമ്മുടെ ക്രിമിറ്റോറിയം തുറന്നു കൊടുത്തത്. 6 മാസമായി ശ്മശാനം അടഞ്ഞുകിടക്കുകയാണെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നും കഴിഞ്ഞ മാർച്ചിലും ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചതിനുള്ള രേഖകൾ നഗരസഭയിലുണ്ടെന്നും വൈസ് ചെയർമാൻ ജോയി ആനിത്തോട്ടം പറഞ്ഞു. ഒരു പാവപ്പെട്ട മനുഷ്യൻ മരിക്കുമ്പോൾ അവർക്ക് അവരുടെ വീട്ടിൽ അത് സംസ്കരിക്കുവാനുള്ള സാഹചര്യമില്ല എങ്കിൽ അത് അവർക്ക് 20 ഏക്കറുള്ള ശ്മശാന പഞ്ചായത്തിന്റെ സ്ഥലത്ത് അവരുടെ ജനങ്ങൾ സംസ്കരിക്കാനുള്ള ഒരു സൗകര്യമാണ് നമ്മൾ ചെയ്തു കൊടുത്തത്. അതൊരു മാനുഷിക പരിഗണനയാണ്. അത് എങ്ങനെയാണ് മുനിസിപ്പാലിറ്റി ഉദാസീനതയാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വർക്ക് പൂർത്തിയാകുവാനായിട്ട് 10-20 ദിവസത്തെ അവധി വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് പൈപ്പിന് കംപ്ലൈന്റ് ഉണ്ടായപ്പോൾ പോലും നമുക്ക് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് മനസ്സിലാക്കാതെ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് അത് ഒരു വിഭാഗം ആൾക്കാരുടെ തൊഴിലായി മാറിയിരിക്കുകയാണ്. ക്രിമിറ്റോറിയം അറ്റകുറ്റപ്പണികൾക്കായി 5 ലക്ഷം രൂപയും ജലസൗകര്യത്തിന് കുഴൽക്കിണർ നിർമ്മിക്കുന്നതിനായി 1.5 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ടെന്ന് ഭരണസമിതി വ്യക്തമാക്കി. DPC അംഗീകാരത്തിനെടുത്ത സ്വാഭാവിക കാലതാമസം മാത്രമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നും ഭരണസമിതി വിശദീകരിച്ചു. കൊന്നത്തടി വെള്ളത്തൂവൽ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പനംകുട്ടി പാലത്തിൽ വാഹനങ്ങൾ നിർത്തി ഫോട്ടോ എടുക്കുന്നത് നിത്യസംഭവമായിട്ടും നടപടി സ്വീകരിക്കാതെ അധികൃതർ. സംരക്ഷണ വേലി പോലുമില്ലാത്ത പാലത്തിൽ വാഹനം നിർത്തിയിടുന്നതോടെ മറ്റു വാഹനങ്ങൾക്ക് കടന്നുപോകുന്നതിന് തടസ്സം നേരിടും. ഇത്തരത്തിലുള്ള നിയമലംഘനത്തിനെതിരെ അധികൃതർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റണീഷ് മുന്നറിയിപ്പ് നൽകി. കൊന്നത്തടി വെള്ളത്തൂവൽ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പനംകുട്ടി പാലത്തിലാണ് സഞ്ചാരികൾ വാഹനം നിർത്തുകയും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നത്. കുത്തിറക്കം നിറഞ്ഞ വഴിയിലൂടെ സമതല ഭാഗത്ത് എത്തുമ്പോൾ വാഹനങ്ങളുടെ ബ്രേക്ക് നഷ്ടപ്പെടുന്നത് പതിവാണ്. പാലത്തിൽ മറ്റൊരു വാഹനം നിർത്തിയിട്ടാൽ ഇത്തരത്തിൽ നിയന്ത്രണം തെറ്റിവരുന്ന വാഹനം അപകടത്തിൽപ്പെടുവാൻ കാരണമാകും. മുതിരപ്പുഴ 6-ന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലത്തിന് വേണ്ട രീതിയിലുള്ള സംരക്ഷണ വേലികൾ ഇല്ലാത്തതും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു. സഞ്ചാരികൾ പാലത്തിന്റെ മധ്യഭാഗത്ത് വാഹനം നിർത്തുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നത് നിത്യസംഭവമാണ്. പാലത്തിൽ വാഹനം നിർത്തിയിടരുതെന്ന നിയമം നിലനിൽക്കെയാണ് ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടക്കുന്നത്. മണിക്കൂറുകളാണ് വാഹനങ്ങൾ പാലത്തിൽ നിർത്തിയിട്ട ശേഷം ആളുകൾ പുഴയുടെയും മറ്റും ഫോട്ടോകൾ എടുക്കുന്നത്. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾക്കെതിരെ അധികൃതർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റണീഷ് പറഞ്ഞു. ഇപ്പോൾ വിനോദസഞ്ചാരികളായ ഒരുപാട് ആളുകൾ ഈ വഴി നമ്മുടെ പഞ്ചായത്തിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. എന്നാൽ പാലത്തിൽ തന്നെ വണ്ടി നിർത്തുകയും ഇവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്പിളികണ്ടത്തുനിന്ന് പനംകുട്ടി വഴി ഇറങ്ങി വരുന്ന വാഹനം കുത്തനെയുള്ള ഇറക്കത്തിലൂടെയാണ്. ഈ സ്ഥലത്തെത്തുമ്പോഴേക്കും ചിലപ്പോൾ ബ്രേക്ക് പിടിക്കാനോ അല്ലെങ്കിൽ വണ്ടി നിയന്ത്രണത്തിലാക്കുവാനോ ഡ്രൈവർമാർ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് അതേക്കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ടായിരിക്കാം അവർ അതിനെക്കുറിച്ച് ഒരു ബോധവാന്മാരല്ല. വരുന്ന ആളുകൾ ഈ നിയന്ത്രണം പാലിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പഞ്ചായത്ത് വിലയിരുത്തുന്നത്. പോലീസ് അധികാരികൾ അത് അതേ രീതിയിൽ തന്നെ എടുക്കുകയും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വിഷയത്തിൽ അധികൃതർ നടപടി സ്വീകരിച്ചാൽ വൻ ദുരന്തങ്ങൾ ഒഴിവാക്കാമെന്നതിൽ സംശയം വേണ്ട.
കട്ടപ്പന നഗരസഭയിലെ കല്യാണത്തണ്ട് അംഗനവാടിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് 31 വാർഡ് കമ്മിറ്റി നഗരസഭാ ചെയർപേഴ്സന് പരാതി നൽകി. പ്രദേശവാസികളായ 45 പേർ ഒപ്പിട്ട പരാതിയാണ് സമർപ്പിച്ചത്. കട്ടപ്പന നഗരസഭയിലെ 31 വാർഡ് കല്യാണത്തണ്ട് അങ്കണവാടി കാലപ്പഴക്കം ചെന്ന തകർച്ചയുടെ വക്കിലാണ്. ആലപ്പാട്ട് കുഞ്ഞുമോൻ എന്ന വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്തായിരുന്നു അങ്കൺവാടി നിർമ്മിച്ചിരുന്നത്. അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ പിന്നീട് വാടക കെട്ടിടത്തിലാണ് അങ്കണവാടി പ്രവർത്തിക്കുന്നത്. നിരവധി കുരുന്നുകൾ പഠിക്കുന്ന അങ്കണവാടി വാടക കെട്ടിടത്തിൽ നിന്ന് മാറണമെന്ന് ഉടമ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി നഗരസഭയ്ക്ക് പരാതി നൽകിയത്. സമര പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അതിൻ്റെ ഫണ്ട് ലാപ്സായി കിടക്കുകയാണ്. മുനിസിപ്പാലിറ്റി ഭരണസമിതി അംഗങ്ങൾ വിട്ടുകളഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ നിൽക്കുന്ന നിലവിലുള്ള കൗൺസിലർ അംഗൻവാടി കെട്ടിടത്തിൻ്റെ ഫണ്ട് പ്രവർത്തനം സ്തംഭിച്ച് നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ അംഗൻവാടി കെട്ടിടം വാടകയ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അംഗൻവാടി കെട്ടിടമില്ല, ഇപ്പോൾ ഇടത്തായിട്ട് വാടകയ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, 2 പ്രാവശ്യമായിട്ട്. ഇങ്ങനെയാകും ഞങ്ങളിപ്പം മുനിസിപ്പാലിറ്റിയിൽ ചെയർപേഴ്സൺ ഒരു പരാതി നിവേദനം അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് ഒപ്പുശേഖരണം നടത്തി ഇപ്പോൾ ചെയർപേഴ്സണിന് പരാതി കൊടുത്തിരിക്കുകയാണ്. അടുത്ത വർഷത്തെ ഫണ്ട് ആദ്യമേ തന്നെ ഞങ്ങളുടെ അംഗൻവാടിക്ക് പണം തരാമെന്ന് ചെയർപേഴ്സൺ ഉറപ്പ് നൽകി. അങ്ങനെ നൽകിയാണ്. ഉടൻ തന്നെ അങ്കണവാടി സമീപത്തെ സാംസ്കാരിക നിലയത്തിലേക്ക് മാറ്റി പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അടുത്ത സാമ്പത്തിക വർഷത്തിൽ പുതിയ അങ്കണവാടി കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ പറഞ്ഞു. അതിനിപ്പോൾ വാടക കെട്ടിടക്കാർ ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ഇനി അവിടെ നിന്ന് മാറണമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെയൊക്കെ ആ വാർഡിൽ തന്നെ ഒരു സാംസ്കാരിക നിലയുണ്ട്, നഗരസഭയുടെ സാംസ്കാരിക നിലയുണ്ട്. അപ്പോൾ അതിന് ഇച്ചിരി അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി അതിലോട്ട് അങ്കൻവാടി മാറ്റണമെന്നും പറഞ്ഞാണ് ഇപ്പോൾ അവിടുത്തെ ആൾക്കാർ നമുക്ക് നിവേദനം കൊണ്ട് തന്നിരിക്കുന്നത്. നമ്മളിപ്പം ഗൗരവപൂർവ്വം പരിഗണിച്ച് അതിന് വേണ്ടുന്ന ഒത്തിരി അറ്റകുറ്റപ്പണികൾ നടത്താൻ ഇല്ലാതെയാണ്. ഇപ്പോൾ അവർ പറഞ്ഞൊരു ടോയ്ലറ്റിൻ്റെ കുറവേ ഉള്ളതെന്നാണ് പറഞ്ഞത്. അങ്ങനെയുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ICDSൻ്റെ റിപ്പോർട്ടും കൂടെ തേടിയതിന് ശേഷം അത് പരിഗണിച്ച് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാമെന്നാണ് ഇപ്പം ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ കൗൺസിലർമാരെ നഗരസഭ പരിഗണിക്കുന്നില്ലെന്ന വാർഡ് കൗൺസിലറുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും നിലവിൽ അങ്കണവാടിയുമായി ബന്ധപ്പെട്ട ഒരു പരാതി പോലും കൗൺസിലർ നൽകിയിട്ടില്ലെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. അപ്പം ഞാൻ വന്നതിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയപ്പം 12ഓളം അംഗൻവാടികൾ അൺഫിറ്റ് ആണെന്ന് മനസ്സിലായി. അപ്പം നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ഈ 12 അംഗൻവാടിക്ക് നമുക്ക് ഫണ്ട് വെക്കാനായിട്ട് പറ്റിയല്ല. അപ്പം 3 വർഷം കൊണ്ട് ഈ 12 അംഗൻവാടികൾക്കും 4 എണ്ണം വീതം 3 വർഷം കൊണ്ട് എല്ലാ അംഗൻവാടികളും പുനർനിർമ്മിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ കണക്കാക്കി പോയത്. ഇനി ഇവർ പറയുന്ന വേറൊരു കാര്യമുണ്ട്, ICDS ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ 1ാമതാണ് കിടക്കുന്നത് എന്നാണ് പറയുന്നത്. ICDS അങ്ങനെ ഒരു ലിസ്റ്റ് തന്നിട്ടില്ല, ക്ഷേമകാര്യം അങ്ങനെ ഒരു ലിസ്റ്റ് തന്നിട്ടില്ല. നഗരസഭാ കൗൺസിലർ ജോയി വെട്ടിക്കുഴി, കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് തോമസ് മൈക്കിൾ, വാർഡ് പ്രസിഡന്റ് ബിജു ചക്കുംചിറയിൽ, റിജി കുഴുപ്പള്ളി, നോബിൾ തോമസ്, ലാലിച്ചൻ മുണ്ടനാനിയിൽ, ജോഷി ആലപ്പാട്ട് എന്നിവർ ചേർന്നാണ് പരാതി സമർപ്പിച്ചത്. പിണറായി വിജയൻ സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ കട്ടപ്പന കൃഷിഭവന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു. കർഷക മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ MV രാമചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ കർഷകരോട് കാണിക്കുന്ന തെറ്റായ നയങ്ങൾക്കെതിരെയാണ് കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ കട്ടപ്പന കൃഷിഭവന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചത്. കേന്ദ്ര സർക്കാർ കർഷകർക്ക് വേണ്ടി നൽകുന്ന കിസാൻ സമ്മാൻ നിധി പോലും അർഹരായ കർഷകരിലേക്ക് എത്തിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ലെന്ന് നേതാക്കൾ ആരോപിച്ചു. കേരളം നാളികേര ഉൽപാദന രംഗത്ത് പോലും പിന്നോട്ടുപോയി. റബ്ബർ കർഷകരെയോ ക്ഷീരകർഷകരെയോ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. കട്ടപ്പന കൃഷി ഓഫീസിന് മുന്നിൽ നടന്ന ധർണ കർഷക മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ MV രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 11.5 ലക്ഷത്തോളം ഹെക്ടർ ഭൂമിയിൽ നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്ന കേരളത്തിൽ ഇന്ന് 1.5 ലക്ഷം ഹെക്ടറിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. മാറി മാറി അധികാരത്തിൽ നിന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും കാർഷിക മേഖലയെ അവഗണിച്ചതിന്റെ ഒരു പരിണത ഫലമാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള 70% ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന കേരളം ഇന്നത് 14% ചുരുങ്ങിയിരിക്കുന്നു. ഏത് മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവിടെ എല്ലാ മേഖലയിലെല്ലാം ഇന്ന് തകർച്ചയുടെ ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കേരളത്തിലെ നെൽകർഷകര് അവര് ഉൽപ്പാദിപ്പിച്ച് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി കൊടുത്തിട്ടുള്ള നെല്ലിന്റെ വിലയ്ക്ക് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 130 ദിവസമായി അവർ കൊടുത്ത നെല്ലിന്റെ വില കൊടുക്കുവാനായിട്ട് തയ്യാറായില്ല. ഇന്ന് പാലക്കാട്ടെയും അതുപോലെ തന്നെ കുട്ടനാട്ടിലെയും കർഷകര് തലയിൽ കൈവച്ചുകൊണ്ട് ഈ സർക്കാരിനെ ശപിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളം എത്തിച്ചേർന്നിരിക്കുന്നു. കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് KN പ്രകാശ് അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ MN മോഹൻദാസ്, OA ഗോപി, BJP ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല, ശ്രീനഗരി രാജൻ, രത്നമ്മ ഗോപിനാഥ്, CK ശശി, തങ്കച്ചൻ പുരിയിടം, ജോസ് ജോർജ്, ജോർജ് മാത്യു, PN പ്രസാദ്, സന്തോഷ് കിഴക്കേമുറി തുടങ്ങിയവർ പങ്കെടുത്തു.
കേരള ബാങ്ക് ആവിഷ്കരിച്ചിരിക്കുന്ന പുനരുദ്ധാരണ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ശനിയാഴ്ച നെടുങ്കണ്ടത്ത് നടക്കും. സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി BN വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളെ പുനരുദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രവർത്തനക്ഷമതയുള്ള സംഘങ്ങൾക്ക് പുനർവായ്പ ലഭ്യമാക്കുന്നതുപോലെ ദുർബലമായ സംഘങ്ങൾക്കും കേരള ബാങ്കിൽ നിന്ന് വായ്പ ലഭ്യമാക്കുക, ഇത്തരം സംഘങ്ങളുടെ സമഗ്ര വികസനം നടപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പുനരുദ്ധാരണ പദ്ധതി ആരംഭിച്ചത്. സംസ്ഥാന തലത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയുടെ പൈലറ്റ് പ്രോജക്ട് എന്ന നിലയിൽ ജില്ലയിൽ നിന്നും 20 സംഘങ്ങളെ തിരഞ്ഞെടുക്കുകയും ഇതിൽ 15 സംഘങ്ങൾക്ക് 81 കോടി 50 ലക്ഷം രൂപ പലിശരഹിത വായ്പയായി നൽകുകയും ചെയ്യും. നഷ്ടത്തിലായ സംഘങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തനം സാധ്യമാക്കാൻ ഇതിലൂടെ കഴിയും. സംഘങ്ങളെയും വിസിറ്റ് ചെയ്ത് അവരുടെ ബുദ്ധിമുട്ടുകൾ പഠിച്ച് അവരുടെ റിക്വസ്റ്റും അവരുടെ ആവശ്യങ്ങളും മുന്നിൽ നിർത്തി ഒരു പദ്ധതി ഉണ്ടാക്കി, ഒരു പാക്കേജ് ഉണ്ടാക്കി. അതിനകത്ത് പാക്കേജിന്റെ ആദ്യത്തെ ഭാഗമായിട്ട് 20 സംഘങ്ങളെയായിരുന്നു തിരഞ്ഞെടുത്തത്. അതിനകത്ത് 15 സംഘങ്ങൾക്ക് 81,50,000 lakh rupees വായ്പയായി അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സംസ്ഥാനതല ഔദ്യോഗിക ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട കോർപ്പറേഷൻ മിനിസ്റ്റർ ശ്രീ വാസവൻ നിർവഹിക്കുന്നത്, ഇനാഗുറേഷൻ നിർവഹിക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ MM മണി MLA അധ്യക്ഷനായിരിക്കും. സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി വായ്പാ വിതരണ ഉദ്ഘാടനം നിർവഹിക്കും. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് കേരള ബാങ്ക് കോട്ടയം റീജിയണൽ ജനറൽ മാനേജർ ലതാ പിള്ള, ഡെപ്യൂട്ടി മാനേജർമാരായ തോമസ് ജോൺ, ഷാജൻ VS, P രാജീവ്, സ്വാഗത സംഘം ചെയർമാൻ MN ഗോപി, കൺവീനർ TM ജോൺ എന്നിവർ പറഞ്ഞു. DYFI കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ പഠനവണ്ടി ഓടിത്തുടങ്ങി. നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് S സുധീഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ബാഗ്, ബുക്കുകൾ, പേന, കളർ പെൻസിൽ തുടങ്ങിയ പുതിയ അധ്യയന വർഷത്തേക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ പഠനവണ്ടി വഴി കുട്ടികൾക്ക് ലഭ്യമാക്കും. ബ്ലോക്ക് പ്രസിഡന്റ് വിനീഷ് വിനോദ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ഫൈസൽ ജാഫർ, ജോബി എബ്രഹാം, M ശിവകുമാർ, സോമേഷ് ചീയപ്പാറയിൽ, രാജലക്ഷ്മി രാജൻ, AS സഞ്ജിത തുടങ്ങിയവർ സംസാരിച്ചു. റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സൗജന്യ വിദ്യാഭ്യാസ പ്രദർശനമേള കട്ടപ്പനയിൽ നടന്നു. ചലച്ചിത്ര താരവും അവതാരകനുമായ ജീവ തോമസ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന പള്ളിക്കവലയിലുള്ള CSI ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വിദ്യാഭ്യാസ പ്രദർശനമേള സംഘടിപ്പിച്ചത്. ഇന്ത്യയിലെയും വിദേശത്തെയും ഉന്നത വിദ്യാഭ്യാസ സാധ്യതകളെക്കുറിച്ച് നേരിട്ടറിയുവാൻ സാധിക്കുന്ന മേളയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി ചലച്ചിത്ര താരവും അവതാരകനുമായ ജീവ തോമസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ മാത്രമല്ല പുറത്ത് ഒരുപാട് ഒരു ഓപ്പർച്യൂണിറ്റികൾ എന്നെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം, പുറത്തു പോയി പഠിക്കണം, രാജ്യങ്ങൾ കാണണം, അവിടുത്തെ നല്ല ഫെസിലിറ്റീസ് എനിക്കും സ്വന്തമാക്കണം. സ്വന്തം ലൈഫും അതേപോലെ തന്നെ പേരൻസിൻ്റെ ലൈഫും കുറച്ചുകൂടി ഒരു ബെറ്റർ ലിവിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളെ കാണാൻ സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ എനിക്കൊന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ 50ഓളം സ്റ്റാൾസ് ഉണ്ട്. കൂട്ടത്തിൽ ഞാനിവിടെ ഭാഗമായിട്ടുള്ള ഇൻസൈറ്റ് ഇൻ്റർനാഷണലും ഉണ്ട്. അപ്പം ഒരുപാട് പേർക്ക് അവരുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ ഇന്ന് ഇവിടെ നിന്ന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ജില്ലയിലെ ഏറ്റവും വലിയ മേളയായി ഒരുക്കിയ വിദ്യാഭ്യാസ എക്സ്പോയിൽ 50ഓളം സ്ഥാപനങ്ങൾ പങ്കെടുത്തു. ബാങ്ക് വായ്പാ സൗകര്യങ്ങളെക്കുറിച്ച് നേരിട്ടറിയാൻ പ്രമുഖ ബാങ്കുകളുടെ സ്റ്റാളുകളും മേളയിൽ ഒരുക്കിയിരുന്നു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, CPM ഏരിയ സെക്രട്ടറി VR സജി, കൌൺസിലർ ജാൻസി ബേബി, മർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ്, KP ഹസൻ, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് പ്രസിഡന്റ് പ്രിൻസ് ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. മേളയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർക്ക് സൗജന്യ IELTS പഠനം, 5 പേർക്ക് സൗജന്യ ജർമ്മൻ ഭാഷാ പഠനം, 5 പേർക്ക് സൗജന്യ സ്റ്റഡി അബ്രോഡ് രജിസ്ട്രേഷൻ, +2 എല്ലാ വിഷയത്തിനും A+ നേടിയ എൻട്രൻസ് എക്സാം റാങ്ക് ലിസ്റ്റിലുള്ള ഒരാൾക്ക് സൗജന്യ എഞ്ചിനീയറിംഗ് പഠനം, ഒരാൾക്ക് കുടുംബത്തോടൊപ്പം സൗജന്യ ഹൗസ് ബോട്ട് യാത്ര, വിദേശത്തേക്ക് ഉന്നത പഠനത്തിനായി പോകുന്ന ഒരാൾക്ക് സൗജന്യ വിമാന ടിക്കറ്റ് തുടങ്ങി നിരവധി ഓഫറുകൾ പ്രദർശനത്തോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. ഏകദിന വിദ്യാഭ്യാസ പ്രദർശനമേളയുടെ സമാപന സമ്മേളനം റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് അസിസ്റ്റന്റ് ഗവർണർ രാജേഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ആനവണ്ടി മ്യൂസിക് ബാൻഡിന്റെ മ്യൂസിക്കൽ ഷോയും നടന്നു. പ്രിൻസ് ചെറിയാൻ, ജോസ് മാത്യു, ബിജി ജോസഫ്, ഷിനു ജോൺ, സന്തോഷ് ദേവസ്യ, ജിതിൻ കൊല്ലംകുടി എന്നിവർ നേതൃത്വം നൽകി. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലത്തിൽ ഇരട്ടി മധുരവുമായി ഇരട്ട സഹോദരിമാർ. ഉപ്പതറ സെന്റ് ഫിലോമിന സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്ന വീണാദാസും വാണിദാസുമാണ് മികച്ച വിജയം നേടി സ്കൂളിനും നാടിനും അഭിമാനമായി മാറിയത്.
ഹയർ സെക്കൻഡറി പരീക്ഷാഫലം വന്നതോടെ ഇരട്ടി മധുരമാണ് ഇരട്ട സഹോദരിമാരായ വീണാദാസിനും വാണിദാസിനും ലഭിച്ചത്. ഇരുവരും ഉപ്പുതറ സെന്റ് ഫിലോമിന സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്നാണ് പഠനം നടത്തിയത്. ഇവരുടെ വിജയത്തിൽ മാതാപിതാക്കൾക്കൊപ്പം വിദ്യാലയവും വലിയ ആഹ്ലാദത്തിലാണ്. നന്നായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പിറ്റേ ദിവസം നന്നായിട്ട് പഠിച്ചുകൊണ്ട് വരികയും അങ്ങനെ ഏറ്റവും മാതൃകാപരമായിട്ട് പഠിച്ച കുട്ടികളാണ് ഇവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകിയ മാതാപിതാക്കളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ മാതാപിതാക്കളെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. മുന്നോട്ട് ഇവരുടെ ഭാവി കാര്യങ്ങളിൽ അതീവ ജാഗ്രത കാണിക്കുകയും ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് ഉള്ള പരിശ്രമങ്ങൾ ഇപ്പം തന്നെ നടത്തുകയും ചെയ്യുന്നു. ഇതിനെ പ്രത്യേകമായിട്ട് മാതാപിതാക്കളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ നല്ല വിജയം ഈ വർഷം നേടുകയുണ്ടായി. 98% വിജയം നേടുകയുണ്ടായി. ഉപ്പുതറ സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഈ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ 3 പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് വരുന്നത്. കുടിയേറ്റ മേഖലയിലെ കുട്ടികൾ, എസ്റ്റേറ്റ് മേഖലയിലെ കുട്ടികൾ, അതുപോലെ തന്നെ ആദിവാസി മേഖലയിലെ കുട്ടികളുണ്ട്. ഏതാണ്ട് 20% കുട്ടികൾ ഉൾവനത്തിൽ നിന്ന് കിലോമീറ്ററുകളോളം വനത്തിലൂടെ നടന്ന് എത്തുന്ന കുട്ടികളാണ്. ആദിവാസി മേഖലയിൽ നിന്ന് ഏതാണ്ട് ഒരു 20% കുട്ടികൾ ഇവിടെ എത്തുന്നു. വാണിദാസ് 1200-ൽ 1174 മാർക്കും വീണാദാസ് 1180 മാർക്കുമാണ് നേടിയത്. അടുത്ത പഠനരംഗത്തും ഇരട്ടി മധുരമായി മികവ് പുലർത്തുക എന്നതാണ് ഇരുവരുടെയും ലക്ഷ്യം. എനിക്ക് 99.3% മാർക്കുണ്ട്. എനിക്കിനി അഗ്രികൾച്ചർ എടുത്ത് പഠിക്കാൻ ആഗ്രഹം. പിന്നെ ഈ റിസൾട്ട് കിട്ടിയത് സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെയും പേരൻസിൻ്റെയും ഒക്കെ നല്ല സപ്പോർട്ടും പിന്നെ പ്രാർത്ഥനയൊക്കെ കൊണ്ട് മാത്രമാണ്. സോ എല്ലാവർക്കും എൻ്റെ ഹൃദയം നല്ല നന്ദി പറയുന്നു. ഏറ്റവും നന്ദി പറയുന്നത് ടീച്ചേഴ്സിനോടും പപ്പായോടും അമ്മയോടും ഒക്കെ. അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് അത്ര എനിക്ക് കിട്ടിയത്. എനിക്കിനി വിഷ്വൽ കമ്മ്യൂണിക്കേഷനും ഒക്കെ ഇഷ്ടമാണ്. സയൻസ് ബാച്ചിലായിരുന്നു ഇരുവരും പഠിച്ചത്. മ്ലാമല തേങ്ങാക്കൽ വാടാലിവിളയിൽ അയ്യപ്പദാസും ശ്യാമയുമാണ് മാതാപിതാക്കൾ. ഇരുവരുടെയും സഹോദരിയായ നന്ദനാദാസും ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. ഹയർ സെക്കൻഡറി പരീക്ഷാഫലത്തിൽ സെന്റ് ഫിലോമിന സ്കൂളിന് 98% വിജയം. 35 പേർക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ നേടാനായി. വാഗമൺ വള്ളിക്കുളം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. വാഗമൺ ഇടവക വികാരി ഫാദർ ആന്റണി വാഴയിൽ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയുമാണ് ആദരിച്ചത്. പരീക്ഷ എഴുതിയ 55 കുട്ടികളും വിജയിക്കുകയും 5 കുട്ടികൾക്ക് ഫുൾ A+ഉം 6 കുട്ടികൾക്ക് 9 A+ഉം 4 കുട്ടികൾക്ക് 8 A+ഉം ലഭിക്കുകയും ചെയ്തു. വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങളും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. വാഗമൺ ഇടവക വികാരി ഫാദർ ആന്റണി വാഴയിൽ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. വാഗമൺ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ മൈക്കിൾ വടക്കേക്കര, ഹെഡ്മാസ്റ്റർ ജോസ് സെബാസ്റ്റ്യൻ, ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രദീപ് കുമാർ, മായ സുജി, ബിനോയ് ജോസഫ്, സ്കൂൾ PTA പ്രസിഡന്റ് ഡയസ് MJ, ഗെമിലി സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. 16-ാം കണ്ടത്ത് വെച്ച് നടന്ന ശുചീകരണ പരിപാടി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ഷാജി ഉദ്ഘാടനം ചെയ്തു. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വാത്തിക്കുടി പഞ്ചായത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, ഹരിതകർമ്മ സേനാ അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, വാർഡിലെ ജനങ്ങൾ എന്നിവർ ചേർന്നാണ് പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. 16-ാം കണ്ടത്ത് വെച്ച് നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ഷാജി ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ കേരളം മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പൊതു ശുചീകരണം നടത്തപ്പെടുന്നത്. തോപ്രാംകുടിയിൽ ഇന്നലെ അത് വളരെ ഭംഗിയായി നടത്തപ്പെടുകയുണ്ടായി. നമുക്കിനി മുരിക്കാശ്ശേരിയിലും ഉണ്ട്. നമ്മുടെ 16-ാം കണ്ടം ടൗണ് ഏറ്റവും മനോഹരമാക്കാൻ, അതായത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം നടന്നെങ്കിലും നമുക്കറിയാം പലയിടത്തും മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. നമുക്കത് ഇന്ന് ഒരു ദിവസം അത് വൃത്തിയാക്കിയിട്ട് പിന്നെ നാളെ മുതൽ വീണ്ടും വേസ്റ്റ് ഇടാനുള്ളതല്ല. എല്ലാവരും അതിനായിട്ട് നന്നായിട്ട് സഹകരിക്കുക. പ്രത്യേകമായിട്ട് ഇവിടെ എന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഗ്രാമപഞ്ചായത്ത് അംഗം K. അലി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി സുനിൽ സെബാസ്റ്റ്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിബിൻ അബ്രഹാം, സലീല വിജയൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 16-ാം കണ്ടം ടൗണിൽ നാളുകളായി കുന്നുകൂടി കിടന്ന മാലിന്യങ്ങൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു.
ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആശുപത്രിപ്പടി സ്കൂൾ ജംഗ്ഷൻ റോഡ് ശുചിയാക്കി. കാടുപടലങ്ങളാൽ അപകട ഭീഷണിയായിരുന്ന പാത സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിലാണ് NSS യൂണിറ്റ് പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ശുചിയാക്കിയത്. ഉപ്പുതറ സെന്റ് ഫിലോമിന സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. ഉപ്പുതറ സ്കൂൾ ആശുപത്രിപ്പടി കോട്ടേഴ്സ്പടി റോഡ് കാടുപടലങ്ങൾ കയറി അപകട ഭീഷണിയിലായിരുന്നു. ആശുപത്രിയിലേക്കടക്കം രോഗികൾ കടന്നുപോകുന്നതും സ്കൂൾ കുട്ടികൾ കാൽനടയായി സഞ്ചരിക്കുന്നതുമായ പാതയിലാണ് ഭീഷണി സൃഷ്ടിച്ചിരുന്നത്. പാതയുടെ ഇരുവശങ്ങളിലും വലിയ തോതിൽ കാടുപടലങ്ങൾ വളർന്നു നിന്നിരുന്നതിനാൽ ഇഴജന്തുക്കളുടെ അടക്കം ശല്യവും രൂക്ഷമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് NSS വോളണ്ടിയേഴ്സ് പൊതുസാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി പാത ശുചീകരിച്ചത്. ശുചീകരണ പരിപാടി സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ടുകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ഒരു 10-12 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു NSS വോളണ്ടിയർ ആയിരുന്നു ഞാനും. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട് ഇപ്രകാരം ഒരു പ്രവർത്തനത്തിന്, വളരെ പ്രത്യേകമായിട്ട് ഇപ്രകാരം ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന് ഈ NSS യൂണിറ്റ്, നമ്മുടെ സ്കൂളിലെ സെന്റ് ഫിലോമിനാസിലെ NSS യൂണിറ്റ് ഇറങ്ങിത്തിരിച്ചതിലുള്ള സന്തോഷവും അഭിമാനവും ആദ്യം തന്നെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന വലിയൊരു സാമൂഹ്യ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കാരണം നമുക്കറിയാം, ഉപ്പുതറ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ റോഡ് ഏറ്റവും കൂടുതൽ അപകട ഭീഷണി നേരിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിനുവേണ്ടി മുന്നിട്ട് ഈ അവധി സമയത്ത് പോലും മുന്നിട്ട് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ച ധൈര്യത്തിനും നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് നൽകുന്ന ഈ ഒരു പ്രോത്സാഹനം. വരും ദിവസങ്ങളിൽ മേഖലയിലെ കൂടുതൽ റോഡുകൾ ശുചീകരിക്കാനാണ് NSS യൂണിറ്റ് ലക്ഷ്യം വെക്കുന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ ജോസ് സെബാസ്റ്റ്യൻ, അധ്യാപകരായ മാർട്ടിൻ ജോസഫ്, സജിൻസ് കറിയ, NSS പ്രോഗ്രാം ഓഫീസർ ലാലി സെബാസ്റ്റ്യൻ, വോളണ്ടിയേഴ്സായ ആനി തെരേസ സാബു, എമിൽ മനോജ്, ഷാജോൺ പ്രകാശ്, ദേവൻ കെ പ്രശാന്ത്, ദൃശ്യ ബാബു, ഹെലൻ പ്രിൻസ്, ആരതി രതീഷ്, സച്ചിൻ ബിജു തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കാഞ്ചേർ നെരിയമ്പാറ പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചന നടത്തി. ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ എമ്പ്രാന്തിരിയുടെ കാർമുകിത്വത്തിലായിരുന്നു ചടങ്ങ്. രാവിലെ 10 മണി മുതലാണ് വിദ്യാഗോപാല മന്ത്രാർച്ചന യജ്ഞം നടന്നത്. പരീക്ഷാഭയം, ഓർമ്മക്കുറവ്, അലസത എന്നിവ ദൂരീകരിക്കുന്നതിനാണ് മന്ത്രാർച്ചന നടത്തിയത്. ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ എമ്പ്രാന്തിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. ആരോഗ്യ സമ്പത്ത് സമൃദ്ധ്യർത്ഥം ഇതി പൂജാകർമ്മം. നെരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിൻ്റെ മുൻവർഷങ്ങളിലും നമ്മൾ കുട്ടികൾക്ക് പാഠപുസ്തക വിതരണങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് അവർക്ക് വിദ്യാഗോപാല മന്ത്രാർച്ചനകളോട് ചേർന്ന് അവർക്ക് ഒരു മണിക്കൂറോളം പൂജ അവർക്ക് ഇരിക്കുകയും അതിന് വേണ്ട മന്ത്രങ്ങൾ അവരെ കൂടെ ഉരുവിപ്പിക്കുകയും അവർക്ക് വേണ്ട പഠനോപകരണങ്ങൾ പുതിയകാവ് ദേവീക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് എല്ലാവരിൽ നിന്നും സമാഹരിച്ച് കൊടുക്കുന്നതിനാണ് തീരുമാനിച്ചത്. നിരവധി വിദ്യാർത്ഥികൾ യജ്ഞത്തിൽ പങ്കെടുത്തു. ഉച്ചയോടെ മന്ത്രാർച്ചന അവസാനിച്ചു. പാസ്റ്റേഴ്സ് ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ ആദരിക്കൽ ശുശ്രൂഷയും ID കാർഡ് വിതരണവും നടന്നു. കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാൻ ജോയി ആനിത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പാസ്റ്റേഴ്സ് ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ നഗരസഭ മിനി സ്റ്റേഡിയത്തിൽ ആദരിക്കൽ ശുശ്രൂഷയും ID കാർഡ് വിതരണവും നടന്നു. പാസ്റ്റർ ജോസ് മാമൻ അധ്യക്ഷത വഹിച്ച യോഗം നഗരസഭ വൈസ് ചെയർമാൻ ജോയി ആനിത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഒട്ടേറെ ആത്മസംഘർഷങ്ങളിലൂടെയാണ് നമ്മുടെ നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹം നടന്നു പോകുന്നത്. അതിന് പല കാരണങ്ങളുണ്ടാകാം. ഒന്ന്, അതിനകത്ത് രോഗത്തിൻ്റെ ആധിക്യം കൊണ്ടുണ്ടാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാകാം, പലരുടെയും വേർപാടിൻ്റെ കാര്യങ്ങൾക്കുണ്ടാകാം. അങ്ങനെ പലതരത്തിലുള്ള ആത്മസംഘർഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവർക്ക് അഭയമാകുവാനും ആശ്വാസമരുളുവാനും പറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക, അവരെ ചേർത്ത് നിർത്തുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ വെള്ളയുടുപ്പം വിട്ടുപോകുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർമാരുടെ ദൗത്യമെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. കഴിഞ്ഞ 22 വർഷങ്ങളായി കട്ടപ്പന കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന കട്ടപ്പന പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് കൂടുതൽ വിശാലമായി പ്രവർത്തിക്കുന്നതിനായി ഹൈറേഞ്ച് പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരികയാണ്. പാസ്റ്റർമാർക്കുള്ള ID കാർഡ് വിതരണവും UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി നിർവഹിച്ചു. തുടർന്ന് ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ധനസഹായവും മരണമടഞ്ഞ പാസ്റ്റർമാരുടെ ഭാര്യമാരെ ആദരിക്കുകയും ചെയ്തു. തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായി പഠനോപകരണ വിതരണവും നടന്നു. പാസ്റ്റർമാരായ MT തോമസ്, KI രാജേഷ്, US അണ്ണി, ഷിൻഡോ ബേബി, സുരേഷ് കുമാർ CK, പ്രസാദ് T ജോസഫ്, സുമേഷ് KE, രവികുമാർ, ബിജുമോൻ ER തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കലാപരമായ കഴിവുകളും പഠനവും ഒപ്പത്തിനൊപ്പം കൊണ്ടുപോവുകയാണ് കൊന്നത്തടി കൊമ്പടിഞ്ഞാലിലെ അതീന്ദ്ര അനീഷ്. പണിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ ഈ കൊച്ചുമിടുക്കി ബോട്ടിൽ ആർട്ട്, വാൾ ഡെക്കർ എന്നിവയിൽ അസാമാന്യ വൈഭവം പ്രകടിപ്പിക്കുന്നു. കോവിഡ് കാലത്താണ് കലാപരമായി കൂടുതൽ ശ്രദ്ധിക്കാൻ അതീന്ദ്ര അനീഷ് തുടങ്ങിയത്. 200-ലധികം കുപ്പികളിൽ മനോഹരമായ ചിത്രങ്ങൾ അതീന്ദ്ര വരയ്ക്കുകയും ചെയ്തു. ജന്മദിനം, വിവാഹ വാർഷികം തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ അതീന്ദ്ര സുഹൃത്തുക്കൾക്ക് ബോട്ടിൽ ആർട്ട് സമ്മാനിക്കാറുണ്ട്. അതീന്ദ്രയുടെ അച്ഛൻ അനീഷും അമ്മ അശ്വതിയും ഏക സഹോദരൻ ആയുഷ് കൃഷ്ണയും അതീന്ദ്രയ്ക്ക് പ്രോത്സാഹനവുമായി ഒപ്പമുണ്ട്. ഇപ്പം കുറെ 100-100ഓളം ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ബർത്ത്ഡേക്കും അങ്ങനെയൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ വീട്ടിലെ അച്ഛനമ്മ അനിയനാണ്, എല്ലാവരും സപ്പോർട്ടാണ്. ഭാവിയിൽ IAS ആണെന്നൊക്കെയാണ്. അല്ലാതെ വോൾഡൊക്കെ ചെയ്യും, പിന്നെ കല്ലിലും അങ്ങനെല്ലാം ചെയ്യാറുണ്ട്. കലാപരമായ കഴിവുകൾക്കൊപ്പം സിവിൽ സർവീസ് പഠനം പൂർത്തിയാക്കണമെന്നാണ് അതീന്ദ്രയുടെ ആഗ്രഹം. പണിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 10ാം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കാനും അതീന്ദ്രയ്ക്ക് സാധിച്ചു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഗ്രീൻ കാർഡമം ട്രേഡിംഗ് കമ്പനി ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 171, വിൽപ്പനയ്ക്ക് വന്നത് 41,259, വിൽപ്പന നടന്നത് 39,247, കൂടിയ വില 1,420, ശരാശരി വില 1,037. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 485 രൂപ, ഏലം കൂടിയ വില 1080, ഏലം ശരാശരി വില 880, കാപ്പിപ്പരിപ്പ് 225, ഗ്രാമ്പു 750, കൊക്കോ 60, റബ്ബർ 140. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,565 രൂപ, വെള്ളി 72. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നഴ്സിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ മികച്ച കോളേജിനും നിലവാരമുള്ള വിദ്യാഭ്യാസത്തിനും ഏറെ പ്രാധാന്യം നൽകണം. അത് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആവെ മരിയ അസോസിയേറ്റ്സ് അണ്ടർ ദി മാനേജ്മെന്റ് ഓഫ് ആവെ മരിയ മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ സർവീസ് സൊസൈറ്റി, പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം, കട്ടപ്പന. ഹെഡ് ഓഫീസ് എറണാകുളം. ബാല ഹോസ്പിറ്റലിൽ ഡോക്ടർ G. ദയാസുധൻ MBBS MD-യുടെ നേതൃത്വത്തിൽ സൈക്യാട്രിക് വിഭാഗവും അൾട്രാസൗണ്ട് സ്കാനിംഗ് എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നു. ബാല ഹോസ്പിറ്റൽ, കട്ടപ്പന. എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. അരിക്കൊമ്പൻ വീണ്ടും തമിഴ്നാട് വനമേഖലയിലേക്ക് മടങ്ങി. ആന ഇപ്പോഴുള്ളത് ലോവർ ക്യാമ്പ് പവർ ഹൗസിന് സമീപത്തെ വനത്തിൽ. കഴിഞ്ഞ രാത്രി കുമളിയിലെ ജനവാസ മേഖലയിലെത്തിയ അരിക്കൊമ്പനെ വനപാലകർ തുരത്തിയത് ആകാശത്തേക്ക് വെടിവെച്ച്. ഇടമലക്കുടി കുടുംബാരോഗ്യ കേന്ദ്രം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു. എല്ലാവർക്കും ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്നതാണ് സർക്കാർ നയമെന്ന് മന്ത്രി. മികച്ച ചികിത്സയും ആരോഗ്യ സേവനവും ജനങ്ങളുടെ അവകാശമാണെന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് ഇടമലക്കുടിയിൽ കുടുംബാരോഗ്യ കേന്ദ്രം സ്ഥാപിച്ചതെന്നും വീണ ജോർജ്. കട്ടപ്പന നഗരസഭയ്ക്ക് മുമ്പിൽ പ്രതീകാത്മക ശവസംസ്കാരം നടത്തി BJP പ്രവർത്തകർ.
സമരം സംഘടിപ്പിച്ചത് 20 ഏക്കർ പൊതുശ്മശാനത്തിൽ തുറസായ സ്ഥലത്ത് മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ടി വന്നതിൽ പ്രതിഷേധിച്ച്. കട്ടപ്പന 20 ഏക്കർ പൊതുശ്മശാന വിവാദത്തിൽ മറുപടിയുമായി നഗരസഭാ ഭരണസമിതി. വിഷയം രാഷ്ട്രീയവൽക്കരിക്കാനാണ് ലക്ഷ്യമെന്ന് അധ്യക്ഷ ഷൈനി സണ്ണി. മനുഷ്യത്വപരമായി ചിന്തിച്ചതുകൊണ്ടാണ് ക്രിമിറ്റോറിയം പ്രവർത്തനരഹിതമായിട്ടും മൃതദേഹങ്ങൾ സംസ്കരിക്കുവാൻ അനുമതി നൽകിയതെന്നും നഗരസഭാ ചെയർപേഴ്സൺ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.